മൂന്നാമത്തെ ശ്ലോകമാണ് 59ാമത്തെ ദശകത്തിൽ. നിർഗതേ ഭവതി ദത്തദൃഷ്ടയസ്ത്വൽഗതേന മനസാഹൃതേക്ഷണാ മൃഗേക്ഷണാ വേണുനാദമുപകർണ്യ ദൂരത ത്വദ്വിലാസകഥയാഭിരേമിരേ. ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പശുവിനെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഗോപികമാർ വല്ലാത്ത ആ ഒരു വിരഹത്തോടു കൂടെ ഭഗവാനെ നോക്കി നിൽക്കും. എന്നിട്ട് ഭഗവാന്റെ ഗോപികമാർ ഭഗവാൻ ചെയ്യുന്ന വേണുനാദത്തിനെ കേൾക്കും. എവിടെ? ഗോപികമാർക്ക് പ്രത്യേക തരത്തിലുള്ള സിദ്ധി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹഠയോഗം എന്ന് പറയും. അതായത് ഈ ദൂരെ ഉള്ള ആ സംഭവങ്ങളൊക്കെ നേരിട്ട് അറിയാനും കാണാനുള്ള സിദ്ധിക്കാണ് ഹഠയോഗം എന്ന് പറയുക. ഭഗവാൻ വേണുഗാനം ചെയ്ത് ഭഗവാന്റെ രൂപത്തിനെ അവർ വ്യക്തമായിട്ട് അവർ കാണും. എന്നിട്ട് ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്ന സമയത്തുള്ള ആ ലോകത്തിൻ്റെ മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് ഗോപികമാർ പരസ്പരം പറഞ്ഞ് ആനന്ദിക്കും. ആനന്ദം ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ ആ ലീലകളിലേക്ക് തന്നെ മനസ്സ് ലയിപ്പിക്കാൻ സാധിക്കണം എന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.